ഈ ലളിതാ സഹസ്രനാമം ഒക്കെ ചൊല്ലുന്നത് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പഠിച്ചു വെക്കണം. എന്തിനാണ് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത്? നിങ്ങൾ ഈ 1000-ലധികമുള്ള മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ശ്രദ്ധ ഈ മന്ത്രങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളൊരു ചാനൽ ഉണ്ടാക്കുക, ഒരു ആത്മീയമായ ഒരു പോസിറ്റീവ് ചാനൽ, ഒരു കോൺഫിഡൻസിന്റെ ചാനൽ. അതായത് മനസ്സിന്റെ പ്രവർത്തനം മനസ്സിലാക്കണം, എന്നാലേ നിൽക്കുന്നത് മനസ്സിലാവും. മനസ്സിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ നമ്മൾ ബിൽറ്റപ്പ് ചെയ്തത് കുറെ ഇമോഷണൽ ബേസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം ഇല്ലായ്മ, ഇത് വളരെ സ്ട്രോങ് ആണ് നമ്മുടെ ഉള്ളിൽ. അപ്പൊ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്ക് എഗെയിൻസ്റ്റ് എൻ്റെ ജീവിതം വന്നാൽ മൈൻഡ് റിയാക്ട് ചെയ്യും, മൈൻഡ് വളരെ റിവോൾട്ട് ചെയ്യും, മൈൻഡ് വളരെ അപ്സെറ്റായിട്ട് മൈൻഡ് വളരെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ നിങ്ങളറിയില്ല, മൈൻഡ് ഇങ്ങനെ അത് തന്നെ ചിന്തിച്ചിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് മൈൻഡിനെ അപ്സെറ്റ് ആക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, മാറ്റാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഉള്ളിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും സ്ട്രോങ് ആണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റർബൻസ് കുറച്ചിട്ടില്ലെങ്കിൽ ക്രമേണ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ മാറും. അതാണ് പലരും ജീവിതത്തിൽ പ്രായമാകും തോറും കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളൊക്കെ താളം തെറ്റുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഓവർ ഇമോഷണലി കൺസേൺ ആണ്. അതാണ് സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം. ഒരുപാട് ഇമോഷണൽ ആയാലും പ്രശ്നമാണ്. എല്ലാറ്റിനും ഒരു ഭയം, എല്ലാറ്റിനും ഒരു അസ്വസ്ഥത. അതാണ് ചില സ്ത്രീകളെ മക്കളിൽ നിന്നൊക്കെ അകറ്റുന്നത്. നിങ്ങൾ എന്തിനാ ഇത്ര വറി ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഇത്ര അപ്സെറ്റ് ആവണം? നിങ്ങൾ എന്തിനാ ഇത്ര ഞങ്ങളെക്കുറിച്ച് കൺസേൺ ഉണ്ടോ? പറയുവര് നിങ്ങൾക്കെന്താ മിണ്ടാതിരുന്നോടിച്ചു. കാരണം ടൂ മച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഓവറായിട്ടുള്ള കൺസേൺ അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. ഇതുപോലെ തന്നെയാണ് ഓവറായിട്ടുള്ള നിങ്ങളുടെ ടൂ മച്ച് ആയിട്ടുള്ള ഗൈഡൻസും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഇത് ഭ്രാന്ത് പിടിക്കും മനുഷ്യൻ. അപ്പൊ നമുക്ക് കുട്ടികളെ വളർത്തുമ്പോൾ അറിയുന്നില്ല, പലപ്പോഴും ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ അറിയുന്നില്ല. ഒന്നുകിൽ ടൂ മച്ച്, നമ്മൾ പറയില്ലേ, ഒന്നുകിൽ തലയിൽ വെക്കുക അല്ലെങ്കിൽ താഴെ വെക്കുക. ഇത് രണ്ടും അപകടമാണ്. ഇവിടെയാണ് നമുക്കൊരു മിഡിൽ പാത്ത് വേണ്ടത്. അതിന് നിങ്ങൾ കുറച്ചുകൂടിയും സൂക്ഷ്മ മനസ്സുള്ളവരാണ്. അപ്പോഴാണ് നമുക്ക് മറ്റൊരാളുടെ മനസ്സിന്റെ പ്രകൃതം മനസ്സിലാക്കി പെരുമാറാനൊക്കെ കഴിയുന്ന ഒരു കഴിവ്. പണ്ടുള്ളവർക്ക് ആ ഒരു സട്ടിൽ മൈൻഡ് ഉണ്ടായിരുന്നു, ഇന്നുള്ളവർക്ക് ഗ്രോസ് മൈൻഡാണ്. അപ്പൊ നമുക്ക് അറിയുന്നില്ല ഒരാളുടെ മൈൻഡിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനൊരു സൂക്ഷ്മതയുമുണ്ട്, ഒരു സ്ഥൂലതയുമുണ്ട്. ഓവർ ഇമോഷൻ ആയാൽ നിങ്ങൾ സ്ഥൂല മനസ്സായിരിക്കും. കുറച്ചൊരു സൂക്ഷ്മത വന്നാൽ മറ്റൊരാളുടെ ടെമ്പർ നോക്കി ബിഹേവ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോഴാണ് പഴയ കാലത്തൊക്കെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറയും, ദേ ഇപ്പൊന്നും മിണ്ടണ്ട, മൂഡ് ശരിയല്ല. അപ്പൊ പഴയ കാലത്തുള്ള അവരുടെ ആ ഒരു റിലേഷൻഷിപ്പില് ഒരാളുടെ മനസ്സിൽ നടക്കുന്ന മൂഡിനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് പോയി വർത്തമാനം പറയുക. അപ്പോഴാണ് രണ്ടെണ്ണം കിട്ടുന്നത്, അപ്പോഴാണ് അടിപിടി ബഹളമൊക്കെ ആവുന്നത്. ആണോ? ഒരാൾ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അയാളോട് പോയിട്ട് ചക്കരെ മുത്തേ വർത്തമാനം പറഞ്ഞാൽ കലി കയറി പിടിക്കും. അപ്പൊ ഇതൊക്കെ പലപ്പോഴും പാരൻസ് അറിയില്ല. അവര് പാമ്പർ ചെയ്ത് പിള്ളേരുടെ അടുത്ത് കുറെ കൺസേൺ ആകുമ്പം ഇത് കുറെ കഴിഞ്ഞ പ്രശ്നം. അപ്പൊ നമുക്ക് എവിടെയോ ഒരു മറ്റൊരാളുടെ മൈൻഡിനെ കുറെ മനസ്സിലാക്കാൻ ഉണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ മറ്റൊരു മനസ്സിൽ നടക്കുന്നത് അറിയാതെ നമ്മൾ ബിഹേവ് ചെയ്താൽ അതൊരു പക്ഷേ നമുക്ക് വലിയ അപകടമായിരിക്കും. അതാണ് നമ്മൾ പറയുക, ഒരിക്കലും അഡ്ജസ്റ്റ് ആവുന്നില്ല, ഒരിക്കലും അങ്ങോട്ട് ചേർന്ന് പോകുന്നില്ല, ഇല്ല എങ്ങനെ പറയുന്നപ്പോൾ അതല്ലേ പറയാം. ഡൈവേഴ്സിൽ മുഴുവൻ നോക്കൂ നിങ്ങൾ.
99% ഡൈവേഴ്സ് കേസിൽ പറയുന്ന ഒറ്റ കാര്യം ഇതാണ്. എന്താണ്? പൊരുത്തപ്പെട്ടു പോകുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല. അങ്ങനെയല്ലേ പറയാ? അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താ ഇല്ലാത്തതിന് കാരണം? മറ്റൊരാളുടെ മൂഡ്, ടെമ്പർ നോക്കി ബിഹേവ് ചെയ്യാനുള്ളൊരു കഴിവില്ല. മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കാനും, വർത്തമാനം പറയേണ്ടടുത്ത് പറയൂ. നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. പണ്ടൊരു രാജാവ്, പഴയ കാലത്ത് ഈ ചൂതുകളി ഉണ്ടായിരുന്നു, രാജാക്കന്മാര്. പന്ന് ചൂതുകളി എന്ന് പറഞ്ഞാൽ വലിയ ബെറ്റ് വയ്ക്കും, വാതുവയ്ക്കുക എന്നാ പറയുന്നത്. എൻ്റെ രാജ്യത്തിന്റെ 50 ഗ്രാമം നിനക്ക്, ഇങ്ങനെയൊക്കെയാണ് ബെറ്റ് വയ്ക്കുക പഴയ കാലത്ത്. അപ്പൊ രാജാവ് മറ്റൊരു രാജാവുമായിട്ട് ചൂത് കളിച്ച് ബെറ്റ് വെച്ച് വലിയൊരു നഷ്ടത്തിലേക്ക് പോവുകയാണ്. രാജാവിന് രാജ്യം തന്നെ നഷ്ടപ്പെടും. പാണ്ഡവർക്ക് അങ്ങനെയല്ലേ ഉണ്ടായത്. ഇത് മനസ്സിലാക്കി രാജാവ് തോൽക്കും എന്ന് കണ്ടപ്പോഴാണ് ഭാര്യ കുട്ടിയെ കൊണ്ടുവന്ന് തൊട്ടിൽ കടത്തി ദുന്തും ദും 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 ദും. ആളെ ഞാൻ ചോദിക്കട്ടെ, ഇന്നായിരുന്നു ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ ദുന്തുന്നു പറഞ്ഞാൽ ഇന്ന് എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയോ? നിങ്ങളെന്താ ചിരിച്ചത്? അതെന്നെ സംഭവിക്കും. അരെ നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കാൻ? കൊണ്ടുവന്നിരിക്കണോ ഉന്തും കൊണ്ടെന്ന് പറയും, ഇല്ലേ? കാര്യം ആ മൂഡ് മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല. അന്നത്തെ ഭർത്താവിനറിയാം ഈ ഭാര്യയുമായിട്ട് ആ ട്യൂണിങ് നോക്കും നിങ്ങള്. ഇത് കുട്ടിയെ വാവറൊക്കെയല്ല, ദുന്തും ദുന്തുന്ന് പറയുന്ന ആളേ എന്ത് കളിയിൽ ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേണം ഈ കരു ഞാൻ നീക്കാൻ. അങ്ങനെ നീക്കിയിട്ടില്ലെങ്കിൽ രാജ്യം നഷ്ടപ്പെടും എന്ന തിരിച്ചറിവ് ആ രാജാവിനും, രാജ്യം നഷ്ടപ്പെടാൻ പോവുകയാണ്, രാജാവ് തോൽക്കാൻ പോവുകയാണ് എന്നുള്ള ബോധം ഭാര്യയ്ക്കും. ഇന്ന് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഭാര്യാഭർത്ത ബന്ധത്തിലുണ്ടോ? നിങ്ങളോടാ ചോദ്യം. നിങ്ങൾ കേൾക്കില്ല എന്ന് എനിക്കറിയാം. ഇന്ന് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഭാര്യാഭർത്ത ബന്ധത്തിലുണ്ടോ? എനിക്ക് കാതും കേൾക്കില്ലയാണോ? സത്യം പറയൂ, ഉണ്ടോ? അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഭർത്ത ബന്ധത്തിലുണ്ടോ? നിങ്ങൾ ഉത്തരം പറയുകയാണോ ഞാൻ കേൾക്കാതിരിക്കുകയാണോ? ഉണ്ടോ ഇല്ലയോ? നുണ പറയരുത്, സത്യം പറയണം. ഉണ്ടില്ലാന്നോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എത്ര പേർക്കുണ്ട്? കുറച്ച് പേർക്കുണ്ട്. സത്യം വീട്ടിൽ പോയാലേ അറിയുള്ളൂ. ഇവിടുന്ന് ഇപ്പൊ എന്ത് വേണേലും പറയാലോ. അത് ചില ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് കേട്ടോ, ഇല്ല പറയാൻ പറ്റില്ല. പണ്ടൊരു കമ്പനിയിലെ ഒരു സൂപ്പർവൈസർ, കാഞ്ഞിരമറ്റത്താണോ എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ കമ്പനിയിൽ എന്തു പ്രശ്നം വന്നാലും ഇയാളാണ് അത് ഡീൽ ചെയ്യേണ്ടത്. അദ്ദേഹം അത് ചിരിച്ചും ഒരു ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്നത്, വളരെ ഒരു ജോവിയലായിട്ട്, വളരെ കാം ആൻഡ് ക്വയറ്റ് പോസിറ്റീവ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ MD ചോദിച്ചു, ഞാൻ നിങ്ങളെ വളരെ ഒബ്സർവ് ചെയ്യുന്നു, നിങ്ങൾ വളരെ റിലാക്സ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ ടെൻഷൻ വരില്ലേ? പറയുമ്പോൾ ഇത്രയും ലീഗൽ പ്രശ്നം, പ്രത്യേകിച്ച് കേരളത്തിലെ തൊഴിലാളികളെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കും അവര്, അത്ര ടെൻഷൻ ഉണ്ടാക്കും അല്ലേ? എങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യണം? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഞാൻ ഏത് പ്രശ്നം വരുമ്പോഴും എൻ്റെ പേഴ്സ് എടുക്കും, തുറക്കും, നോക്കും. അപ്പൊ ഈ അദ്ദേഹത്തിന് ഒരു സംശയം, ഈ പേഴ്സ് എടുത്തൊക്കെ തുറക്കുന്നത് എന്താണിപ്പം? അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം, അദ്ദേഹം ദേവിയുടെ ഭക്തനായതുകൊണ്ട് ദേവിയുടെ വല്ല ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ പേഴ്സ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അദ്ദേഹം പേഴ്സ് തുറന്ന് കാണിച്ചു കൊടുത്തു. അതിലൊരു സ്ത്രീയുടെ ഫോട്ടോ ആണ്. ഇതാരെന്ന് വെച്ചു, ഭാര്യ, വേറെ അല്ലാതെ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ നിങ്ങൾ നോക്കി? അപ്പൊ എന്താണ്? അപ്പൊ എന്റെ മനസ്സിനൊരു ധൈര്യം,
എൻ്റെ മനസ്സിലൊരു പോസിറ്റീവ് തോട്ട്സ് വരും. ഇദ്ദേഹം MD ഉടനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ ഭാഗ്യവതിയാണ്. കാരണം നിങ്ങളുടെ ഭർത്താവിന് എന്ത് തലപോകുന്ന പ്രശ്നം വന്നാലും ഉടനെ തന്നെ പേഴ്സെടുത്ത് നിങ്ങളുടെ ഫോട്ടോ ആണ് നോക്കുന്നത്. ഇത് കേട്ടപ്പോഴേ ഭാര്യയ്ക്ക് സംശയമായി, എൻ്റെ ഫോട്ടോ എന്നെ കണക്ക് തന്നെ, അത് വന്നിട്ട് കാണുന്നെ വേണം, എന്തത് നോക്കിയിട്ട് കാര്യം. അങ്ങനെ ഇദ്ദേഹത്തൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ വീട്ടിലെത്തുമ്പോൾ ഭാര്യ ചാടി കയറി ആദ്യം തന്നെ എന്താ ചെയ്യുക, പേഴ്സ് വലിച്ചെടുത്തു. കാരണം ഭാര്യയ്ക്ക് സംശയം തീർക്കുന്നത് ആരാണ്, വല്ല പുതിയ കേസ് കേട്ടുണ്ടോ അറിയില്ലല്ലോ. നോക്കിയപ്പം ഭാര്യ ഞെട്ടിപ്പോയി, തൻ്റെ ഫോട്ടോ ആണ്. ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത്ര സ്നേഹം നിൽക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി പ്രചോദനം. അതേപോലെ സത്യം അത് തന്നെയാണ്. കാരണം ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ ഫോട്ടോ നോക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയും, ഈ പ്രശ്നം നിനക്ക് മാനേജ് ചെയ്യാമെങ്കിൽ ബാക്കി എന്ത് പ്രശ്നങ്ങളാണ് അതിൻ്റെ മുന്നിൽ. അപ്പൊ ഇതിലും വലിയൊരു പ്രശ്നം ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, അയാൾ കാഞ്ഞിരമറ്റത്തുകാരനെ അല്ല. അപ്പൊ ജീവിതത്തില് ഏത് കാര്യത്തിലും നമുക്കുണ്ടല്ലോ അതിനെ മറികടക്കാനുള്ളൊരു എന്ത് വേണം, ഒരു ശക്തി വേണം. അപ്പൊ നിങ്ങൾ ഈ ലളിതാ സഹസ്രനാമം ആവർത്തിക്കുമ്പോൾ, മനസ്സാവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു നീർച്ചാല് പോലെ ഒരു പോസിറ്റീവ് ചാനൽ ഉണ്ടാക്കുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ടെൻഷന്റെയും സ്ട്രെസ്സിന്റെയും അപ്സെറ്റ് ആവുക, റിയാക്ട് ചെയ്യുക കൊണ്ട് ഇപ്പുറത്ത് നമ്മളൊരു പോസിറ്റീവ് ചാനൽ വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ചോയ്സ് വരും. അവിടെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റലിജൻസ് ആയിട്ട് ഒരു ഇൻട്രോസ്പെക്ഷൻ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ മൈൻഡ് നിങ്ങളെ റീഡ് ചെയ്ത് പറയും, എന്തിനാ റിയാക്ട് ചെയ്യണത്, എന്തിനാ അപ്സെറ്റ് ആവണം, എന്തിനാ പറയണം. ഈ ഒരു സ്പേസ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയം ചൂസ് ചെയ്യാം. മറ്റ് സാധാരണ വ്യക്തിക്ക് അത് പറ്റില്ല. അവരുടെ ഉള്ളിൽ ടെൻഷൻ വന്നു, പറയേണ്ടത് പറഞ്ഞു. അതാണ് അവർ പറയാ, എനിക്കങ്ങനെ പറയാൻ തോന്നി, എനിക്കങ്ങനെ ചെയ്യാൻ തോന്നി, എനിക്കങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ, അങ്ങനെയല്ലേ പറയും ചിലർ. അതായത് അവർക്ക് ആ സെൽഫ് കൺട്രോൾ ഒട്ടുമില്ലാതെ ഓവർ റിയാക്ട് ചെയ്ത് ഓവറായിട്ട് അപ്സെറ്റായി, ഇതെല്ലാം അപകടമാണത്. അതാണ് ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികളിലൊക്കെ കാണുന്നത്. ഭയങ്കര വയലന്റ് ആവുക, ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. അച്ഛനും അമ്മയും പറയുമ്പോഴേക്കും നിങ്ങൾ കാണുന്നില്ലേ പത്രമൊക്കെ വായിക്കുമ്പോൾ, എടീ ഞാൻ പിന്നെ വാങ്ങിച്ചു തരാം മൊബൈൽ, പെണ്ണ് പോയി തൂങ്ങി, ഉണ്ടോ ഇല്ലയോ? ആ ഒരു പെൺകുട്ടി 8ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത് അച്ഛൻ മൊബൈൽ പിന്നെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, എനിക്കിപ്പോ വേണം. ഈ തരത്തിലൊക്കെ പാരൻസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും ഇതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന കുട്ടികളുണ്ടോ? അതല്ല ഇത്രയും സൂയിസൈഡ് ചെയ്യുന്ന, അവർക്കൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ പറ്റണില്ല. ഇന്റർവ്യൂ തോറ്റു, ഞാൻ കഴിഞ്ഞ എൻ്റെ ജീവിതം, ഈ നീറ്റ് പരീക്ഷ വിധിക്കായി എൻ്റെ ജീവിതം കഴിഞ്ഞു, ഇല്ലേ? അതായത് പെട്ടെന്ന് അവർ റോങ് ഡിസിഷൻ എടുക്കുക. ശരിയാണോ ഞാൻ പറയണത്? ഇവിടെയാണ് നമുക്കൊരു സ്പേസ് ഉള്ളിൽ വേണ്ടത്. ശരിയാവും ഉള്ളിൽ പറയണല്ലോ. ആ കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അതിന് നമുക്ക് ഈ നാമജപം പോലുള്ള സംസ്കാരം ഉണ്ടാണ്. അതുകൊണ്ടാണ് കമ്പൽസറി നിങ്ങൾ കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും പഠിപ്പിക്കണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇത് ജപിക്കാതിരിക്കുക. എല്ലാവരും ജപിച്ച് ശീലിക്കണം. നമുക്കുണ്ടല്ലോ എല്ലാം അറിയാന്നൊക്കെ ഉള്ളൊരു ഭാവമാണ് നമ്മളെ ഹിന്ദുക്കളെ ഇത്ര അധപ്പതിപ്പിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല, ആ ഒരു വിനയഭാവം നമുക്ക് വന്നാലുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് നമ്മുടെ പൂർവികരൊക്കെ പറയുക, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണ. ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരണം. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്ത് പറ്റിച്ചാൽ ലേശം വിദ്യാഭ്യാസവും പൈസയും ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ വിചാരം നമ്മൾ ടോപ്പിലാണെന്നാണ്. നമ്മുടെ ഇതൊക്കെ താളം തെറ്റിക്കാൻ കുറച്ച് നിമിഷം പ്രകൃതിക്കും അതുപോലെ സമൂഹത്തിനും വേണ്ടു. മനസ്സിലായില്ലേ? ഒരു ഡോക്ടർ നോക്ക്, എത്ര വലിയ സർജനായാലും നിങ്ങൾ കണ്ടില്ലേ, ഒരു ഡോക്ടർ പറയുമ്പം സർജിക്കൽ സിസേഴ്സ് ആണ്, അതത്ര സ്റ്റീലൊന്നുമല്ല.
അവരൊരു പേഷ്യന്റിന്റെ വയറ്റിന്റെ അകത്ത് വെച്ച് ഇല്ലേ, വായിച്ചില്ലേ നിങ്ങൾ? സസ്പെൻഷനും പ്രശ്നങ്ങളും ഉണ്ടോ? കഴിഞ്ഞില്ലേ ജീവിതം? ഞാൻ സർജന എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഈ ഡിഗ്രിയുടെയൊക്കെ വില. ആണോ അല്ലയോ? ഇപ്പം ഞാൻ നീറ്റ് പാസ്സായി, ഞാൻ ഡോക്ടറായി, പക്ഷെ എത്ര കാലം? ഒരു ചെറിയ അശ്രദ്ധ, കഴിഞ്ഞു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെയാണ് ഏത് രംഗത്തിലും. അപ്പൊ നമ്മളിലൊക്കെ ആ ഒരു ഒരു ഭാവം, ഒരു വിവേകം, ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവണം. വേണ്ടേ? അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാനിതൊക്കെ പഠിക്കുന്നത് പുസ്തകം നോക്കിയല്ല. നിങ്ങൾ നോക്കൂ, വലിയ മഹാന്മാര്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കോട്ടയം അടുത്താണല്ലോ. കോട്ടയത്ത് നിങ്ങൾക്ക് അറിയാം, കേരളത്തിൽ തന്നെ ഒരു വലിയ ഒരു പ്രൊഫൈലുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ജയകുമാർ, കാർഡിയോളജി. കേട്ടില്ലേ നിങ്ങൾ? എന്തൊരു സിമ്പിളാണ് ആ മനുഷ്യൻ. അത് ലളിതാ സഹസ്രനാമവും അതൊക്കെ ചൊല്ലി വളരെ ഒരു ആധ്യാത്മികത ഉള്ളൊരു മനുഷ്യൻ. അങ്ങനെ എത്രയോ വ്യക്തികളുണ്ട്. ഞാൻ പല വ്യക്തിത്വങ്ങളെയും കണ്ടിട്ടുണ്ട്. ഇതുപോലെയാണ് വളരെ ആ ഒരു ഭക്തിയുടെ വിനയത്തില് നിങ്ങൾ കാണുന്നു. DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് ശ്രീ സീജിസ് ജി, അവരൊക്കെ എത്ര ആ ഒരു ഭക്തിയിൽ വളർന്നവരാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണം. വിനയ സമ്പന്നേ. വിദ്യ കൂടുന്തോറും എന്ത് വേണം? ആ വിനയമുണ്ടാവാൻ, നമ്മളിലൊരു സാധനാനുഷ്ഠാനം ഉണ്ടാവാൻ. അതിനൊക്കെ ലളിതാ സഹസ്രനാമമൊക്കെ വൈകുന്നേരം ഒന്നിച്ചു ചൊല്ലുന്ന സംസ്കാരം ഉണ്ടാവണം. ഈ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ നിർത്തിയാൽ തന്നെ നമ്മുടെ ഹിന്ദു വീടുകൾ രക്ഷപ്പെട്ടു. വാസ്തവത്തിൽ ട്യൂഷന് കുട്ടികളെ അധികം പറഞ്ഞയക്കരുത്. ട്യൂഷൻ വേണം. ചില സബ്ജക്റ്റ്, ഇപ്പം മാത്സ്, ഫിസിക്സ് ഒക്കെ ഇത്തിരി ടഫായിരിക്കാം. പക്ഷെ എല്ലാ സബ്ജക്റ്റും ട്യൂഷൻ ആയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ഈസി ആയി കഴിഞ്ഞാൽ പിന്നെ സ്വയം എഫേർട്ട് എടുക്കാനുള്ള ഒരു കഴിവ് കുട്ടികളിൽ ഇല്ലാതാവും. അപ്പൊ പിന്നെ ജീവിതത്തിൽ എന്നും നമുക്ക് ട്യൂഷൻ ഉണ്ടാവില്ല. പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും നമ്മൾ തന്നെ അഭിമുഖീകരിക്കണം. നമ്മൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തണം. വേണോ? എല്ലാം റെഡിമെയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം എന്തായിരിക്കും? അതുകൊണ്ടാണ് നമുക്ക് വെസ്റ്റേൺ മൈൻഡും നമ്മുടെ കേരളക്കാരൊക്കെ ഇന്ത്യൻ മൈൻഡും വ്യത്യാസം. വെസ്റ്റേൺകാർക്കൊക്കെ റെഡിമെയ്ഡ് കിട്ടി. അവരെ സംബന്ധിച്ച് ഇന്ത്യൻ ആളുകളുടെ അത്രയും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ് വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ അവര് നമ്മളെക്കാളും ഉയർന്നു പോയി. ഇപ്പൊ അവർക്ക് മനസ്സിലായി, പണിയെടുക്കണം, അധ്വാനിക്കണം, കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഒരു ജീവിതം അവരും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പണ്ട് കാലത്ത് അവരത്ര അലസരായതുകൊണ്ടാണ് നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു വരിക. കാരണം അവരും നമ്മളെക്കാളും പ്രയത്നിക്കാൻ തുടങ്ങി, എഫേർട്ട് എടുക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അവരും രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഓർത്തു വയ്ക്കാം.